പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്തെ സ്ഫോടനത്തിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. പൊട്ടിത്തെറിച്ച വസ്തുവിന്റെ ഫോറൻസിക് പരിശോധനയും നടത്തും. വിഷ്ണുപ്രകാശ് വിവരങ്ങൾ വേണ്ട. വിഷ്ണു, ഇത് കൃത്യം എപ്പോഴായിരുന്നു ഈ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്? ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് എങ്ങനെ ആ സ്ഫോടക വസ്തു സ്കൂൾ കോമ്പൗണ്ടിലെത്തി എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചോ? ബുധനാഴ്ച വൈകിട്ടാണ് മൂത്താന്തറയിലെ ദേവി വിദ്യാനികേതൻ എന്ന സ്കൂളിൽ ഒരു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത്. 5 സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ഒരു കുട്ടി അത് കളിക്കുന്നതിനിടെ ഈ ഒരു വസ്തു കണ്ടെത്തുകയും തുടർന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ നിലത്തിട്ട് ഒന്ന് പൊട്ടുകയുമായിരുന്നു. അതേ തുടർന്ന് ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ അവിടെ എത്തി ഇത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് ഇതിന്റെ അന്വേഷണം സ്കൂളിൽ എങ്ങനെ എത്തി എന്നുള്ളതടക്കമുള്ള അന്വേഷണം നടന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ CCTV പോലീസ് പരിശോധിച്ചത്. ഈ സമീപത്തുള്ള, അതായത് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രം ഉള്ള ഒരു CCTVകളൊന്നും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ എത്തി എന്നുള്ളതിലേക്ക് പോലീസിന് യാതൊരുവിധ സൂചനയും കിട്ടിയിട്ടില്ല. പക്ഷേ നിലവിൽ ഈ സ്ഫോടക വസ്തുവിന്റെ ഫോറൻസിക് പരിശോധന അടക്കം നടത്തേണ്ട കാര്യമുണ്ട്. ഇത് മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുവാണ് എന്നിരിക്കെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള കേസെടുത്താണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഈ ഫോറൻസിക് പരിശോധനയ്ക്കായി കോടതിയുടെ ഏതാനും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി അത് പൂർത്തിയാക്കിയ ശേഷം അധികം വൈകാതെ തന്നെ ഫോറൻസിക് സംഘത്തിന് ഇത് അയച്ച് ഇതിന്റെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ഏതായാലും ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് ഭരണപക്ഷവും അതുപോലെ BJP ആണ് ഈ നഗരസഭ ഭരിക്കുന്നത്. അതേ തുടർന്ന് BJPയും അതുപോലെ മറ്റു പ്രതിപക്ഷ സംഘടനകളും CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ വലിയ രാഷ്ട്രീയ വിവാദം ഉന്നയിക്കുന്നുണ്ട്. BJP ആരോപിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗണേശോത്സവത്തിനെ തകർക്കാൻ വേണ്ടി മറ്റുള്ള പാർട്ടിക്കാർ ഇത് കൊണ്ടുവച്ചതാണ് എന്നുള്ളതാണ് BJPയുടെ പ്രധാന വാദം. എന്നാൽ ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയ ഗൂഢാലോചനയും നടന്നിട്ടില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് RSSന്റെ ശക്തി കേന്ദ്രമാണ്. അവിടേക്ക് മറ്റൊരു പാർട്ടിക്കും പ്രവർത്തനത്തിന് തന്നെ ഒരു സാഹചര്യം ഉള്ള സ്ഥലമല്ല. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും BJPക്ക് തന്നെയാണ് പങ്ക്, അല്ലെങ്കിൽ RSSന് തന്നെയാണ് പങ്ക് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന കാര്യം. ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് എല്ലാ കക്ഷികളും ഒരുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. സ്കൂൾ കോമ്പൗണ്ടിൽ സ്ഫോടന വസ്തു പൊട്ടിത്തെറിക്കുന്ന വളരെ ഗുരുതരമായ വിഷയമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മതിയാകും. പോലീസ് അന്വേഷണം നടത്തുകയാണ്. വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.